ഹായ്. അപ്പോൾ റേനു അടുത്ത വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നാണം ഉണ്ടോ നിനക്ക്, നാണം കെട്ടവണേനൊക്കെ പറഞ്ഞ് ചൂടാവുണ്ട്. പറയാൻ പോണേ. പിന്നെ ആ ആങ്കർ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ആങ്കർ പറയുന്നത് നമ്മളിത് ഒരു മാസത്തിന് മുമ്പേ പ്ലാൻ ചെയ്തിട്ടാണ് ഈ വീഡിയോ അവർ എടുക്കുന്നത്. അവർക്ക് സുഖമില്ലാതിരിക്കാനടുത്ത് അവർ ഒരു മാസത്തിന് മുമ്പേ പ്ലാൻ ചെയ്ത് എടുക്കാൻ നോക്കി. പിന്നെ ഓണ സമയത്ത് ഒരു സെലിബ്രേഷൻ ആവട്ടെ എന്ന് ഓർത്ത് അവർ വീഡിയോ എടുക്കണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇവർ ഒരു അമൗണ്ട് പറയണു, ഒരു അമൗണ്ട് കൊടുക്കണു. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ വീട്ടുകാരോട് സംസാരിക്കണം. സുഖമില്ലാത്ത ആളല്ലോ, വീട്ടുകാരോട് സംസാരിക്കണം. അങ്ങനെ ആ ഇൻ്റർവ്യൂ എടുക്കണം. അവർ പറയുന്നത് ആങ്കർ പറയുന്നത് നിങ്ങൾ ആ വീഡിയോ ഫുള്ളും കണ്ടിട്ടില്ലാണ്. ആൾക്കാർ വീഡിയോ ഫുള്ളും കാണും. ആൾക്കാർ നിങ്ങൾ ഫുള്ള് വീഡിയോ എടുത്തതിൻ്റെ വീഡിയോയിലെ കുറ്റിയല്ല പറയുന്നത്. ആ ഒരു വാക്ക് പറഞ്ഞതാണ്, നിങ്ങൾ കിച്ചു നിങ്ങൾ ഗർഭിണിയാക്കിയോ. ഒരു അമ്മയും പിള്ളേൻ്റെ വാക്കാണ്. ആ സമയത്ത് ആ അമ്മ എന്താ ചെയ്യുന്നത്, എൻ്റെ മോളെ ഇല്ലണേ നിങ്ങൾ ആ ചോദ്യം ചോദിക്കണം, അത് വിടുക. ആരെന്ത് പറഞ്ഞാലും ശരി, ഏത് തന്നില്ലാത്തവൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. ആ വാക്ക് ഒരമ്മേനും മോനെയും കുട്ടി പറയരുത്. ആ ഒരു വാക്ക് പറഞ്ഞിരുന്നാലോ അല്ലേ, അതാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ല രേണുസുധീനെ ആരും തള്ളി പറയാനോ ആണല്ലോ. അവരെ പിള്ളേരെന്ന് അവർ പറയുമോ? അതാണ് അവർ പറഞ്ഞ എൻ്റെ മോനെ തട്ടിയെടുക്കുകയാണ്, എനിക്ക് ക്യാൻസർ വന്നില്ലോ, ഓണം മരിക്കില്ലോ. എത്രയോ ഒരു ക്യാൻസർ വന്ന് ജീവിക്കണില്ല. നിങ്ങൾ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞ് ഞാൻ അതിജീവിച്ചു വരും, ഞാൻ എല്ലാവർക്കും ഒരു ഇതെടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പറഞ്ഞ ഒരാൾ നിങ്ങളിപ്പോൾ പറയുന്നത് ഞാൻ മരിക്കില്ലോ, എൻ്റെ കൊച്ചിനെ തട്ടിയെടുക്കുമല്ലോ. കൊച്ചു വലുതാകുമ്പോൾ അറിയില്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ അവനക്ക് നിങ്ങളുടെ മോനെ തട്ടിയെടുത്തിട്ട് അവൻ്റെ ജീവിതമായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ മോനെ നോക്കാൻ പോലെ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നിങ്ങൾ അതുകൊണ്ട് പേടിക്കേണ്ട. പക്ഷേ ആ ആങ്കർ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി പറഞ്ഞിരിക്കണമായിരുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ചെന്ന് നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ എവിടെയോ കൈയടിച്ചേനെ. ഈ അമ്മ എങ്ങനെയാണ് ഈ അമ്മ ഇത് കേട്ടുകൊണ്ടിരിക്കണേ കാണേണ്ട എല്ലാവർക്കും. ഈ അമ്മ എങ്ങനെയാണ് ഈ പിള്ളേനെ കുറിച്ച് പറയാനടുത്ത്, എത്ര ശത്രു ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, ആ പിള്ളേനെ കുറിച്ച് പറയാനടുത്ത് അത് പറയേണ്ട തടുത്തിരിക്കണമായിരുന്നു അല്ലേ. അപ്പം ഇപ്പം പറഞ്ഞാൽ അതിലൊന്നും പറഞ്ഞ് ഓർത്താൻ വീഡിയോ എന്നെക്കണ്ട് ചെയ്തു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. നിങ്ങൾക്കാണ്ടി ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങളെ കുറ്റമല്ല പറഞ്ഞേ, നിങ്ങൾ ആ വാക്കും കുറേ പേർ കുറ്റം പറഞ്ഞു. നിങ്ങൾ പറയുമ്പോൾ നിങ്ങളത് പറയിപ്പിച്ചിരിക്കാൻ പാടില്ല. ആ വീഡിയോയിൽ മൊത്തം ഞങ്ങൾ എല്ലാവരും കാണാൻ കിച്ചു ഇതിനാണ് പ്ലാൻ ചെയ്തത് എന്താണെന്ന് അറിയാൻ പാടില്ല. എന്നാൽ നിങ്ങൾ കെട്ടിയും മരിച്ചു പോയിട്ടും കൂടിയുണ്ടല്ലോ, അങ്ങേർക്കൊരു സമാധാനം കിട്ടിയിട്ടില്ല. സുധീൻ പറഞ്ഞ ഒരാൾക്ക് അയാൾക്ക് ഇന്നേ വരെ ഈ മിനിറ്റ് വരെ സമാധാനം കിട്ടിയിട്ടില്ല. സുധീരെ കെട്ടിയുള്ള സുധി രേണുസുധി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു ഇന്നേ വരെ ഒരു ഇതില്ല. രേണുസുധി എവിടെ നോക്കിയാലും രേണുസുധി. നിങ്ങളും അതിൽ പെടണു, നിങ്ങളുടെ കെട്ടിയോനും അതിനകത്ത് പെടണു. നിങ്ങളിപ്പോൾ ഋതുവപ്പനെയും പിടിച്ചിടണു, കിച്ചുവിനെയും അങ്ങനെ ഓടണു. നിങ്ങളിനിയിപ്പം നിങ്ങൾ പറഞ്ഞ് കിച്ചു ഒരു ദിവസം ബിഗ് ബോസിൽ പോയി ഓൾറെഡി പോയി കാണും എന്ന് നിങ്ങൾ ഒത്തിരി ഫേമസ് ആക്കി കൊണ്ടിരിക്കുമല്ലേ. ആൾക്കാർക്ക് നിങ്ങളിങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ ആ ബിഗ് ബോസ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ എന്താ കാണിച്ചു പ്രൂട്ട് ചെയ്യാൻ നിങ്ങളത് നിങ്ങൾ ചേക്കേണ്ടത് നിങ്ങളൊരു നെഗറ്റീവായിട്ട് എടുത്തു. നിങ്ങളിപ്പോൾ ഒരു പേരുണ്ടാക്കി കൊടുക്കണം, കിച്ചു ആ ബിഗ് ബോസിലേക്ക് പോകാൻ പോകുന്നു, അതാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇല്ലാണ്ട് നിങ്ങൾ കാരണം കിച്ചു എന്നും താന്ന് പോകില്ല, അവൻ്റെ തട്ട് എന്നും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ പറയാനടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് പറയാം. നിങ്ങളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കീമോ ചെയ്തിട്ടുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, എനിക്ക് തലവേദന ഛർദി, എനിക്ക് ചിരിക്കാൻ പോലെ പറ്റണില്ല. അങ്ങനെ പറഞ്ഞ ആൾ ഞാൻ കണ്ടിട്ട് എനിക്ക് സങ്കടം തന്നെ. പാവം ഈ പ്രായത്തിൽ ഇങ്ങനെ ഒന്നും വരാൻ പാടില്ല, ദൈവം ആർക്കും ഇങ്ങനെ കൊടുക്കരുതെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ലേ. ആർക്കും ഈ അവസ്ഥ വരാൻ പാടില്ല. എന്തോ നല്ല ഒരു ഫേം ഉണ്ടാക്കി ഒരു നല്ല ഇതായിട്ട് വരണം, നെഗറ്റീവ് കമൻ്റ് ഇടണം, ബിഗ് ബോസിൽ പോകണം, എല്ലാ സ്ഥലത്തും പോകണം, ഓടി നടക്കണം. അങ്ങനെ ഒരാൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോൾ ആരായിരുന്നാലും സഹിക്കില്ല. അപ്പം അങ്ങനെ ഉള്ള ആൾ നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിലുണ്ടല്ലോ, നിങ്ങളിങ്ങനെ ആ കൊച്ചിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ ചിലവർ എന്തൊക്കെ പറയാനാണെന്ന് അറിയാമോ, ഇവർക്ക് ക്യാൻസറാണോ, പക്ഷെ അത് വെച്ച് കളിക്കണ്ട ആരും, അതുകൊണ്ടും വെച്ച് പറയേണ്ട. അവരുടെ രോഗം അവർക്ക് മാത്രമേ അറിയാവുള്ളൂ, അവരുടെ സങ്കടം അവർക്ക് ആണ്. ആ കൊച്ചിനെ വെച്ച് പറയാനടുത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാമായിരുന്നു ആ സമയത്ത്. നിങ്ങൾ ആൾക്കാരെന്താ പറയുന്നത്, ഈ രോഗത്തിലിരുന്ന് കുട്ടിയോട് ഇത് തള്ള ഇങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ ആക്കി വച്ചില്ലേ. ഇന്നും കൂടി ഏതോ 2 യൂട്യൂബർ ചാടി കയറുത്. അന്ന് വയ്യാൻ പറഞ്ഞ ആൾ പറ്റില്ലെന്ന് പറഞ്ഞ ആൾ എന്നെ ചാടി കയറി 2-3 വർത്താനം അങ്ങനെ പറയണം. അപ്പോൾ എങ്ങനെയാണ് അങ്ങേര് എന്നെ പാവം ചെയ്ത്
സുധീൻ പറഞ്ഞ മനുഷ്യൻ നല്ല ഒരു കലാകാരനായിരുന്നു, നല്ല ഒരു കോമഡി താരമായിരുന്നു, എല്ലാത്തിൽ കുടുകുടനും ചിരിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു. എന്തായി ഇപ്പോൾ സുധീൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചോദ്യം ചിഹ്നമായിട്ട് ഇങ്ങനെ വച്ചിരിക്കുകയാണ്. സുധീരെ കെട്ടിയോളോ, സുധീരെ മക്കളോ, ആ ഒരു ചോദ്യം ചിഹ്നത്തിൽ നിങ്ങൾ കൊണ്ടാക്കി. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് വയ്യാത്ത ഒരാൾ നമുക്ക് വയ്യാതിരിക്കുവാണ്, എൻ്റെ സ്വന്തം മൗണമായിക്കോട്ടെ, അടുത്തവരാരെങ്കിലും നമ്മൾ ഒരുപാട് വേദനിക്കുകയാണ്, ആ വേദനയെ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഇരിക്കുക. അതുമാത്രമാണ് എല്ലാവരും പറഞ്ഞത്. എന്താണെന്നറിയാമോ, നിങ്ങളങ്ങനെ ആ ഒരു വാക്ക് നിങ്ങൾ വീഡിയോ ചെയ്തതിൽ ആർക്കും തെറ്റൊന്നല്ല, നിങ്ങൾ ആ ഒരു വാക്ക് നിങ്ങൾ ചോദിക്കണമായിരുന്നു, അത് പറയിപ്പിക്കണ്ടായിരുന്നു. ആ ഒരു ചോദ്യം മാത്രമാണ് എല്ലാവരും മുമ്പിലേ നിൽക്കുന്നത്. നിങ്ങളാരും കുറ്റപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ തള്ളിപ്പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഇന്നും ഇഷ്ടപ്പെടും, ഇനിയും ഇഷ്ടപ്പെടും, എല്ലാവർക്കും നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു ചോദ്യത്തിലാണ് നിൽക്കുന്ന വാക്കുകൾ.